PK ഫാമിലി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഏട്ടനാണ് പെയിന്റ് അടിക്കുന്നത്. അതാണ് പറയുന്നത്, നമ്മുടെ ഒരു പെയിന്റർ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ ഒന്ന് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ ഏട്ടാ? പാവം കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കണം. എത്ര ദിവസം കൊണ്ട് കഴിയോട്ടാ ഈ പെയിന്റ് അടിക്കല്? ഇന്ന് കഴിയോ? 4 മണിക്കൂറിൽ കഴിയുന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 മണിക്കൂറിൽ അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞേ? അത് ശരിയാണ്. ഇതൊക്കെ ഒതുക്കി തന്നിട്ട് ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ വെളിയെടുത്ത് വെച്ചിട്ട് 4 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ മതി. 1 മണിക്കൂർ കൊണ്ടാണ്. 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഇതൊക്കെ ഞാൻ തന്നെ ഒതുക്കി വെച്ച് ഞാൻ തന്നെ അടിക്കുമ്പോൾ ചിലപ്പോൾ 4 മണിക്കൂർ ആകും. 4 മണിക്കൂറിലാണെങ്കിൽ കഴിഞ്ഞാ മതി. ഇതാണ് കളറ്. ഫുള്ളായി അടിച്ചു കഴിയുമ്പോ അറിയുള്ളൂ അല്ലേ? ഏട്ടാ ഹെൽപ്പ് ചെയ്യണ? എന്ത് ചെയ്യണം? മിണ്ടാണ്ടിരുന്നാ മതിയാ. എന്നെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയ ഹെൽപ്പ്. ഈ ഹോം തിയേറ്റർ ഒന്നും മാറ്റണ്ട. ഓ കോമഡി. ഫോണിൽ കൂടെ നോക്കുമ്പോ നല്ല കളർ ഉണ്ട് എന്നാ പറഞ്ഞു. ഇങ്ങനെ നോക്കുമ്പോ അപ്പൊ എല്ലാരും കൊണ്ട് ഫോൺ കൊണ്ടുവരാൻ പറയേ? ഓ ഈ വർഷം 2025 കോമഡി ഗിന്നസ് ബുക്കിൽ വരുവോ? നാളെ പേപ്പറിൽ കൊടുക്കാന്ന്. ഫോണിലൂടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല കളർ ഉണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് കളർ കുറവെന്ന്? അപ്പഴേ നിങ്ങൾ എന്താ പറഞ്ഞു മേലെ വന്നിട്ട്? അയ്യോ കളർ അടിച്ചപ്പോ കളർ കുറവ് പറഞ്ഞു. എനിക്ക് അടിക്കുമ്പോ തോന്നിയത് ചേട്ടാ നിങ്ങൾ എന്താ അപ്പഴേ വന്ന് പറഞ്ഞത്? കളറ് ഞാൻ ഉദ്ദേശിച്ച കളർ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല, കളർ കുറച്ച് കുറവ് പോലെ ഉണ്ട് പറഞ്ഞു. ഞാനല്ലേ ഇത്, നിങ്ങളല്ലേ പറഞ്ഞത്? ഇത് ചേട്ടാ ഇത് വല്ലാത്ത പണി. ഞാൻ എന്താ പറഞ്ഞിട്ടൊക്കെ പോലെ പറയുന്നത്? വയ്യ. നിങ്ങളല്ലേ പറഞ്ഞത്? നിങ്ങൾ അപ്പഴേ വന്നിട്ട് എന്താ പറഞ്ഞ? കഞ്ഞിതാന്നല്ല പറഞ്ഞു. അപ്പഴേ വന്നിട്ട് പറഞ്ഞു ഇത് അടിച്ച ഇതിന്റെ കളർ കുറച്ച് കുറവുണ്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു പക്ഷെ ഫോണിൽ കൂടെ നോക്കുമ്പോ നല്ല കളർ തോന്നുന്നു. നിങ്ങളല്ലേ അല്ലല്ല നിങ്ങളല്ലേ പറഞ്ഞത് അല്ലേ? ഞാനല്ലേ പറഞ്ഞേ? അത് സമ്മതിക്കുന്ന എന്തത്ര സമ്മതിക്കത്ര ബുദ്ധിമുട്ട്. എന്റെ ദൈവമേ, ഞാൻ പൈസ കൊടുത്ത് ആരെങ്കിലും നിർത്തിയായിരുന്നു പെയിന്റ് അടിക്കാൻ. എന്തൊക്കെ കേക്കണം. ഇതാണ് പറയണത്. ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്ന സംഭവമില്ലേ? ഇതൊക്കെ നേരത്തെ നമുക്ക് കിട്ടിയതാണ് കേട്ടാ. അഭിപ്രായം എല്ലാരും അഭിപ്രായം പറയാം. നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞത് കളറില്ല, ഇത് കളറായി തോന്നില്ല. അടി ഉണ്ടാക്കിയതല്ല, കാര്യം പറഞ്ഞാലും അടി ഉണ്ടാക്കി പറഞ്ഞു. എനിക്ക് വയ്യ. ഷോ നിങ്ങളെയൊക്കെ പോയി ഞാന് ഒരു പെയിന്ററാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി പറയണ്ടല്ലോ. ഓട്ടോ ഡ്രൈവർ ഏട്ടാ, മറ്റുള്ളവർക്കാണെങ്കിൽ കൂലി കൊടുക്കണം. എത്ര കൊടുക്കണം? 1000 രൂപ കൊടുക്കണം പെയിന്റ് അടിക്കുന്ന ആൾക്ക്. 1000 രൂപ കൂലി തന്നെ സൂപ്പറായി അടിച്ചിരുന്ന. വെറുതെ അടിക്കുമ്പോ എങ്ങനെയെങ്കിലും അടിക്കുന്ന ശരിയായ ആളാണ് കേട്ടോ. പണി എഴുതട്ടെ ഏട്ടാ, പണി എഴുതട്ടെ. ആദ്യം പണി ചെയ്യ്.
നിങ്ങളൊക്കെ ഒരു പെയിൻറ്റർ, നിങ്ങൾ വേറെ കൂലി വേറെ തരാൻ ഞാൻ 4 ദിവസം ആകും ചെയ്യും എത്ര. ഈ ഒരു റൂം അടിക്കാൻ 4 ദിവസം ആകുന്നു. എന്നിട്ട് 1000 രൂപ കൂലിയും കൊടുക്കും ഒരു ദിവസത്തിന്. ചായ വാങ്ങി തരാം കേട്ടോ, ചായ നിങ്ങക്ക്. എന്നെ പോണാ. പൈസ തരാം, ചായ വാങ്ങിക്കാൻ പൈസ തരാന്ന് അങ്ങനെ പറയരുത്. നിങ്ങൾ ഇന്നല്ലേ പെയിന്റ് അടിക്കും ഏട്ടാ. ഇത്ര ദിവസം ഇതിന് പണി ചെയ്യാനൊക്കെ വേറെ ആൾക്കാരെ വന്ന് ഈ പണികളൊക്കെ ചെയ്യാൻ. ഇന്നാണ് നിങ്ങൾ ഈ കടക്കിന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പണി ചെയ്യണത് നിങ്ങളാണ്. ഇന്നാണ് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ചെയ്ത്. ആ ഇതിന്റെ പണിയൊക്കെ അതിന്റെ ആൾക്കാരല്ലേ വന്ന് ചെയ്ത്. മനസ്സിലായില്ല. ചേച്ചിന്റെ മകളുടെ പേരെന്താണ്? ഇന്ദു. ഇന്ദു പറഞ്ഞില്ലേ? നന്ദി കേട്ടോ വർഗങ്ങള്. കേട്ടാ ഞാൻ കണ്ടതിൽ ഇപ്പോഴാണ് നിങ്ങൾ കടയ്ക്കുന്നോണ്ട് പണി ചെയ്യുന്നത് കണ്ടത്. ഞാൻ ഇപ്പോഴാണ്. ഞാനും ചെയ്തിട്ടൊന്നുമില്ല. ഈ റാക്കൊക്കെ കേട്ടാ ചെയ്ത്. ഈ റാക്കൊക്കെ ആര് ചെയ്ത്? അതെ. പിന്നെ നീ കടയിൽ എന്ത് പണിയാണ് ഏട്ടാ നമ്മൾ ചെയ്തിട്ടുള്ളത്? ഇപ്പോഴാണ് നമുക്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്യാനുള്ള പണി ഇപ്പോഴാണ് വന്ന്. അത് നിങ്ങൾ ചെയ്യണോ പറഞ്ഞു തരാൻ കൊണ്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത്. ഇല്ല പറഞ്ഞാൽ നിങ്ങൾ തന്നെ കൂലി കൊടുക്കണം. എന്താ ദൈവമേ, ആൾക്കാർ കേട്ടാ എന്ത് വിചാരിക്കും? നിങ്ങൾ സ്വന്തമായിട്ട് അവനവന്റെ കടയ്ക്ക് വന്നിട്ട് പെയിന്റ് അടിക്കണതിനെ കണക്ക് പറയണണ്ട. അല്ല, ഇതല്ലെങ്കിൽ ഇത് ഓണറിന്റെ കട. നമ്മ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് മാത്രം. വർത്താനം പറയണ്ട, പെയിന്റ് അടിക്കും. 4 മണിയാകുമ്പോ കഴിയണ്ടേ? അല്ല 4 മണിക്കൂറിൽ കഴിയണ്ടേ? ഞാൻ വന്നില്ലല്ലോ. ഒതുക്കി വെച്ച് 10 മണിക്ക് വന്നു. 12 മണിക്കൂർ ഒതുക്കി വെച്ചു. ഇതൊക്കെ സാധനങ്ങളൊക്കെ ഒതുക്കിയിട്ട് മറ്റേ ഒട്ടൊക്കെ ക്ലിയർ ആക്കി തുടച്ച് എല്ലാം ക്ലിയർ ആക്കി കൊടുത്ത് 2 മണിക്കൂറായി. എന്നിട്ട് 1 മണിക്കാണ് അടിക്കുന്നത്. സമയം അല്ല 12 മണിക്കാണ് അടിക്കുന്നത്. ഇത്രയും സമയം സമയം എത്രയായി അറിയില്ല. 2 മണി ആയിട്ടുണ്ടാവോ? ഇനി 2 മണിക്കൂറുണ്ട്. എനിക്ക് 2 മണിക്ക് കഴിഞ്ഞില്ല. എന്ത് അടിക്കുന്നുള്ളത് ഇപ്പുറത്തെ സൈഡ് തൊട്ടിട്ടേ ഇല്ല. അല്ല അതന്നെ. ഇനി ഇത് ഇവിടെ അടിക്കാനില്ലേ? ശരി, എന്തായാലും ഇന്നത്തോടെ കഴിയല്ലോ. ഇനി ഇതിന് മാറി ഞാൻ 1000 രൂപ കൂലിയും കൂടെ കൊടുക്കണം. നിങ്ങൾ എന്നെ പൈസ തരുന്നത്, നിങ്ങൾ എന്നെ കൂലി വാങ്ങണം. എന്താ അവസ്ഥയാണ്? അതന്നെ ഞാനും പറഞ്ഞത്. ഇതെല്ലാം വീഡിയോക്ക് വേണ്ടി കോമഡി ആയിട്ട് പറയുന്നതാണ്. ഇതിനൊന്നും സീരിയസ് ആക്കരുത്. എന്താ ഏട്ടാ, ഞാൻ ആരെങ്കിലും വിചാരിക്കും ഞാൻ നിങ്ങളുടെ കൂലി തന്നിട്ട് ചെയ്യിക്കണത്. ഇതൊക്കെ നിങ്ങളുടെ പെങ്ങന്മാരൊക്കെ കാണട്ടോളേ. അവരൊക്കെ വിചാരിക്കും എന്റെ നോക്ക് എന്റെ അതിനെ കഷ്ടപ്പെട്ട് പണി ചെയ്യണോ, വെറുതെ എടുത്ത് വീഡിയോ എടുത്തോണ്ട് നിക്കണോ, എന്നിട്ട് ഡയലോഗ് മാത്രം പറയണോ പറയും. ഒരു സാധനം എടുത്ത് അവിടെ വെക്കാൻ പറഞ്ഞു വെച്ചാൽ അപ്പൊ നീ പറയും എന്തെങ്കിലും. ഞാനെന്ത് വെറുതെയാണ് നിക്കണെന്ന് ചോദിക്കും. ഞാൻ എന്താ പറയുന്നത്? ഉണ്ടാതെ ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് 1000 രൂപ കൂലി കൊടുത്തിട്ട് പണി ചെയ്യിപ്പിച്ച പണി കഴിഞ്ഞ് ഒരാൾക്ക് ഞാൻ കൂലി കൊടുത്തിട്ട് പറയുമ്പോ അപ്പൊ നീയല്ലേ ആള് ഓണർ? ഞാനാണ് ഓണർ. എന്റെ എന്റെ അക്കൗണ്ടിലല്ലേ പൈസ വന്നിരിക്കും, പൈസ വരുന്നത്. ഈ പണി ചെയ്യാനുള്ളത് പെയിന്ററിന്. പെയിന്റ് അടിക്കാൻ ഞാൻ വേറെ ആളെ നിർത്തിയത് വെച്ചോ? കൂലി കൊടുക്കണ്ടേ? പെയിന്റ് അടിച്ച് മതി, റെസ്റ്റ് എടുക്കണ്. 4 മണിക്കൂർ കൊണ്ട് കഴിയും പറഞ്ഞ ആള്. വയ്യ. പെയിന്റ് അടിച്ച് കഴിഞ്ഞു. പകലിൽ പെയിന്റ് അടിക്കാൻ തുടങ്ങിയിട്ട് രാത്രിയായി. ഇപ്പോഴാണ് പെയിന്റ് അടി കഴിഞ്ഞത്.